ഈ ഗതാഗതക്കുരുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫ്രീ ലെഫ്റ്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിലെ ഈ സിഗ്നല് അടുത്ത കാലത്താണ് വീണ്ടും മിഴി തുറന്നത്. ഗതാഗത തിരക്ക് കുറക്കാനായിട്ടാണ് എന്നതാണ് ബന്ധപ്പെട്ട അധികൃതരൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മള് നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തോടെ, ഉദ്യോഗസ്ഥരൊക്കെ വലിയ സന്തോഷത്തോടെയാണ് അക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഇതിപ്പോ ബസ് തൊഴിലാളി യൂണിയൻ അല്ലെ, ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ ഭാരവാഹികളുണ്ട്, ജില്ലാ സെക്രട്ടറി ഉണ്ട്, പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. അപ്പൊ ഈ സിഗ്നല് പ്രവർത്തിച്ചു തുടങ്ങിയത് ബസ്സുകളുടെ സർവീസുകളെ ബാധിക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായും. കാരണം ഈ സിഗ്നൽ ഇവിടെ നിലവിൽ വന്നിട്ട് ഏതാണ്ട് 15 വർഷത്തോളമായി. അന്ന് മുതൽ തന്നെ ഈ സിഗ്നല് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അന്ന് ബസ്സുകൾക്ക് വലിയ പ്രയാസം നേരിട്ടത് കൊണ്ട്, തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ട് ഞങ്ങൾ അതിൽ ഇടപെട്ടിരുന്നുകൊണ്ടും ഇവിടെ 2 സൈഡിലേക്കും 4 ഭാഗത്തേക്കും ഫ്രീ ലെഫ്റ്റ് ഇല്ലാതെയാണ് ഈ സിഗ്നൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് എതിർത്ത് വന്നത്. ഇത് മുന്നത്തെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ട്രാഫിക് വിഭാഗമൊക്കെ തുറന്നപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യം ഇവിടെ ഒരു 2-3 ഭാഗത്തേക്കും അല്ലെങ്കിൽ 4 ഭാഗത്തേക്കും ഇവിടെ ഫ്രീ ലെഫ്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം സിഗ്നൽ തുറക്കുക. എന്നാൽ മാത്രമേ ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരം ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു ഒരു സിഗ്നൽ വെറുതെ പ്രവർത്തിപ്പിക്കാന്നല്ല, അപ്പുറത്തേക്ക് മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകില്ല. ഇവിടെ തന്നെ ഇപ്പൊ നോക്കിയാൽ കാണും, ബസ്സിന്റെ നീണ്ട നേരം വണ്ടികളെ നീണ്ട നേരം അങ്ങോട്ട് കിടക്കുന്നു, അത് അങ്ങോട്ടും കിടക്കുന്നു, എല്ലാ ഭാഗത്തേക്കും നീണ്ട നേരം. ഞാൻ ചോദിക്കട്ടെ, പല സ്ഥലങ്ങളിലും ഇതിനേക്കാൾ ചെറിയ സ്ഥലത്തൊക്കെ സിഗ്നൽ കൃത്യമായിട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് സന്തോഷമായിട്ട് ഗതാഗതമൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ് ഇത് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഫ്രീ ലെഫ്റ്റ് ഒക്കെ ഒന്നും കൂടി ഒന്ന് ഇപ്പോ മാർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ നാടിനും ഒരു പുരോഗതിയൊക്കെ വേണ്ട, ഒരു മാറ്റമൊക്കെ വേണ്ടേ? പുരോഗമനത്തിനും മാറ്റത്തിനൊന്നും ഞങ്ങൾ എതിരല്ല, ബസ് തൊഴിലാളികൾ എതിരല്ല. ഞങ്ങൾക്ക് സമയബന്ധിതമായി സർവീസ് ചെയ്യാനുള്ള സാഹചര്യം കൂടി ഇവിടെ വേണം. ഈ സമയം ഇവിടെ ഈ സിഗ്നലിൽ കുറെ സമയം ഇങ്ങനെ കെട്ടിക്കടന്നു വന്നാൽ കൃത്യമായി സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല. അതുകൊണ്ടാണ്. അപ്പൊ വണ്ടികൾ ഒഴിഞ്ഞു പോകണം. സിഗ്നലിൽ 1 മിനിറ്റോ 6 സെക്കൻഡോ 6 മിനിറ്റ് ഒക്കെ ഉണ്ടാവുക. പക്ഷെ ആ 6 മിനിറ്റ് 4 ഭാഗത്തും കവർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 2 മിനിറ്റ് ഓൾറെഡി ഇവിടെ സ്പെൻഡ് ആവും. ഇത് കടന്നിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ പോവാണ്. നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് 6-7 ഭാഗത്ത് സമയ കൃത്യത പാലിച്ചേ പോകാൻ പറ്റുള്ളൂ. വഴിക്കട വെക്കുന്ന ഒരു ബസ്സിന്, വഴിക്കട റൂട്ട് പറയുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ബസ്സുകൾക്കും എല്ലാ ബസ്സുകളും കൃത്യമായി ടൈം ഷെഡ്യൂൾ ഉണ്ട്. ഈ ടൈം ഷെഡ്യൂൾ കൃത്യമായി പാലിച്ചാലേ ഈ വ്യവസായം നിലനിൽക്കുള്ളൂ, അതിലെ തൊഴിലാളിക്ക് മാന്യമായ ഒരു വേതന ലഭിക്കുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലാതെ നാടിന്റെ വികസനത്തിനോ നാടിന്റെ താല്പര്യമൊക്കെ ഞങ്ങളെതിരല്ല. കൃത്യമായി ഇവിടെ ഗതാഗതക്കുരുക്കില്ലാത്ത ഒരു പെരിന്തൽമണ്ണയാവുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് അപ്പോഴേ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഇവിടെ സിഗ്നല് പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ വേണമെന്നാണ് നിങ്ങൾ പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ വെക്കുന്നത്? മുന്നേ തന്നെ ഈ മീഡിയകളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫ്രീ ലെഫ്റ്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. അതായത് ബസ്സുകാർക്ക് 4 റൂട്ടിക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് അങ്ങാടിപ്പുറം. ആ ബസ്സുകാർക്ക് ഒരു ഫ്രീ ലെഫ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പോവാം ഇവിടെ പോകുന്നു. അതുപോലെ തന്നെ ഇതുവഴി കടന്നു പോകുന്ന വണ്ടികൾക്ക് കടന്നു പോയി കഴിഞ്ഞാൽ നിലമ്പൂർ റൂട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കും ഏകദേശം കടന്നു പോവാം. ഈ ഫ്രീ ലെഫ്റ്റ് ഇല്ലാതെ എല്ലാ വാഹനങ്ങളും ലെഫ്റ്റ് തിരിഞ്ഞു പോകേണ്ട വാഹനങ്ങൾ കൂടി ഈ സമയം ഇവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അതിന്റെ ബാക്കിലേക്ക് ബസ് വരുന്നത് കൊണ്ട് തന്നെ ഒരു സിഗ്നൽ വന്നാൽ പോലും അടുത്ത സിഗ്നൽ വരുന്നതിന് മുമ്പ് കവർ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. കാരണം മുന്നിലെ വാഹനങ്ങൾ പോയാലേ ബാക്കിലെ വാഹനങ്ങൾക്ക് വരാൻ കഴിയുള്ളൂ. അവർ വരുമ്പോഴേക്കും വീണ്ടും സിഗ്നൽ വീഴും. അപ്പൊ 2 മിനിറ്റ് 4 മിനിറ്റായി മാറും. ഇത് പലപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ്, പല സമയത്തും ആവർത്തിക്കപ്പെടുകയാണ്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഫ്രീ ലെഫ്റ്റ് വന്നിട്ട് സിഗ്നൽ ഇട്ടോട്ടെ, ഞങ്ങളെതിരല്ല, ഞങ്ങൾക്കെതിരല്ല. ബസ് തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി പേര് അനിൽ കുറുപ്പത്ത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് ഏരിയ കമ്മിറ്റിയുടെ ഏരിയ കമ്മിറ്റിയുടെ KT ഹംസ. ഇനി ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി മാടാല, പിന്നെ ഏരിയ കമ്മിറ്റി അംഗം ഏരിയ വൈസ് ട്രഷറർ അലി പയ്യനാണ്. അപ്പൊ 4 പേരാണ് പ്രധാനപ്പെട്ട ഭാരവാഹികളാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നത് ഫ്രീ ലെഫ്റ്റ് വേണം, അല്ലാതെ ബസ്സിന്റെ ടൈമുകളൊക്കെ തെറ്റുന്നു, അപ്പോ ഓട്ടോ ഒക്കെ ക്ലിയർ ആവൂല. ബസ് തൊഴിലാളികൾക്കും ജീവിക്കണമല്ലോ, ബസ് ഉടമകൾക്കും ബസ് തൊഴിലാളികൾക്കും ജീവിക്കണം. അപ്പൊ ഇനി എന്താണ് ഇപ്പൊ ബസ് ഈ സിഗ്നലൊക്കെ ചാലുവാക്കിയപ്പോ കുറച്ചൊക്കെ ഒന്ന് നേരെയായി വരും, കുരുക്കൊക്കെ ഒന്ന് അഴിയുമെന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി സിഗ്നലിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യാ നിങ്ങൾ പറയും? ഈ സിഗ്നല് ശനി ഞായറും ശനിയാഴ്ചയാണ് ഉദ്ഘാടനം ചെയ്തത്. അത് ഈ സംഘടനയൊക്കെ കൊണ്ട് നടക്കുന്ന ഞങ്ങളോടോ മറ്റുള്ളവരോടോ ഒന്നും ആലോചിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഇത് ഓപ്പൺ ചെയ്തു. ശനി ഞായറും കൊണ്ട് ഓഫീസ് അവധി മറ്റുള്ളതൊക്കെ കൊണ്ട് പ്രയാസമില്ലാതെ പോയി. ഇന്നലെ മുതൽ ബസ് ജീവനക്കാർ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ട്രിപ്പ് കട്ടായി. ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഒരു ബസ് പമ്പ് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. ഇപ്പൊ ഞങ്ങളോട് പറയുന്നത് സംസാരിക്കുമ്പോ ഞാൻ പറയാതിരുന്ന ആ ബസ് ആളേറ്റ് വന്ന് ഇവിടുത്തെ ഇത് കണ്ടപ്പോ അവിടെ പമ്പ് തിരിച്ച് മേലെ കൂടി അങ്ങനെ പോവാണ്. ബസ്സുകൾക്ക് ടൈമിന് എത്തിക്കൂടാൻ പറ്റൂല.
ഞങ്ങളും മനുഷ്യന്മാരാണ്. ഞങ്ങൾക്കിത് ഒരു സ്റ്റേജ് 2.5 കിലോമീറ്ററോട് 5 മിനിറ്റാണ് ആർക്കും അനുവദിച്ചത്. ഈ 5 മിനിറ്റിന് ഞങ്ങൾക്ക് ഈ സ്റ്റേജ് എത്തിയില്ലേ ബാക്കിലെ ബസ്സിലെ ജീവനക്കാരും നമ്മളെ ബസ്സിൽ ഉണ്ടാവും. പിന്നെ അവിടെ ആളെടുക്കാൻ പറ്റൂല. നമുക്ക് ആൾ ഒഴിവാക്കുമ്പോൾ ജനങ്ങൾ നമ്മളെ പൊതുവെ അവര് നിർത്തിയില്ല, ഇവർക്ക് എന്തെങ്ങനെ നിർത്താതെ പോണത് എന്നുള്ള സംശയം ഇതും വരും. അപ്പൊ നമ്മൾ നിർത്താതിന്റെ ഭാഗത്താണ് ബാക്കിലെ ബസ്സുകാരുടെ സമയം അപഹരിക്കപ്പെടുമ്പോൾ മറ്റേ സ്റ്റാൻഡിൽ പോയി ഇപ്പൊ നിലമ്പൂർക്ക് പോണ ഒരു വണ്ടിയാണ് പാണ്ടിക്കാട് ചെല്ലുമ്പോഴേക്കാവും പിന്നിൽ വന്ന് വേണ്ട പ്രശ്നങ്ങൾ വേറെ. അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. പിന്നെ ഇതിന്റെ മുൻ ചെയർമാൻ ഇവിടെ വന്ന് ചെയർമാൻ ഷാജി ആയിരുന്ന കാലത്ത് ഈ സിഗ്നൽ ഇവിടെ വന്നിട്ട് 15 വർഷം കഴിഞ്ഞു. ഇതുവരെ പല പ്രാവശ്യം തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ സിഗ്നൽ തുറക്കണീനോ ഗവൺമെന്റിന്റെ പൈസ വെറുതെ കളയുന്നതിന് ഞങ്ങൾക്ക് ഇതില്ല. പക്ഷെ ഞങ്ങൾ അന്നൊരു കാര്യം ഉദ്ദേശിച്ചു. ഈ മൂസക്കുട്ടി സ്റ്റാൻഡിൽ നിന്ന് പല ഭാഗത്തും നിലമ്പൂര്, പാണ്ടിക്കാട്, വണ്ടൂര്, മലപ്പുറം, മഞ്ചേരി, കോട്ടക്കൽ, കോഴിക്കോട് എന്നീ ഭാഗങ്ങൾക്ക് ആ സ്റ്റാൻഡിൽ നിന്നാണ് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ബസ്സുകളൊക്കെ ഒരേ സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ. മലപ്പുറം, മഞ്ചേരിയും, കോട്ടക്കലും, കോഴിക്കോടൊക്കെ ആ ബൈക്കാർ തിരിഞ്ഞു പോകണമെങ്കിൽ ഫസ്റ്റ് ലെഫ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്ന് അത് വന്ന് ഓപ്പൺ ചെയ്യാൻ വന്ന ആളുകളൊക്കെ അന്ന് ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ വന്നു, ആ പോസ്റ്റിന്റെ എസ്റ്റിമേറ്റ് ഇട്ടു, ആ പോസ്റ്റ് മാറ്റാം എന്ന് അന്ന് പറഞ്ഞാണ്. അത് മാറ്റിയതിന്റെ ശേഷം ഇനി ഈ സിഗ്നൽ ഓപ്പൺ ആക്കൂ എന്ന് പറഞ്ഞാണ്. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയപ്പോൾ തൊഴിലാളികളെ സമ്മർദ്ദം ഞങ്ങൾക്ക് ഈ നേതാക്കന്മാർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പത്രപ്രസ്താവനയ്ക്ക് സമയം കണ്ടെത്തുന്നത്. ഇതിന് പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പൊ പുതിയ നഗരസഭ ഭാരവാഹികളോടൊക്കെ നിങ്ങൾ സംസാരിച്ച് നിവേദനമൊക്കെ കൊടുത്ത് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം. അതെ, നിവേദനം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നാളെ പത്രത്തിലും കൊടുക്കും. ഇതൊരു നിവേദനം തന്നെയാണല്ലോ. ഇനി വേറെ മറ്റേ മുനിസിപ്പൽ ചെയർമാന്റെ മുന്നിലോ DSPക്ക് വരെ അറിയാം. ഇവിടെ ഇല്ലപ്പോ DSP വരെ അന്ന് ബന്ധപ്പെട്ടാണ് തുറക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഇത് വേണ്ടെന്ന് പറഞ്ഞ് അന്ന് ഒഴിവാക്കി പോയൊരു സംഭവം ഇപ്പൊ പോലീസ് ഇവിടെ നിന്ന് തുറക്കുകയാണ്. 3 മിനിറ്റ് കവർ ചെയ്യാൻ വേണം. അതിൽ 20 സെക്കൻഡാണ് അവിടുന്ന് ഇങ്ങോട്ട് വിടുന്ന വണ്ടികള്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ നേരത്തെ നഗരസഭാ ചെയർമാൻ ആയിരുന്ന P. ഷാജിക്ക് നിങ്ങൾ നിവേദനം കൊടുത്തു, അദ്ദേഹം വന്ന് സന്ദർശിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ പുതിയ സിഗ്നൽ സംവിധാനം ചാലുവായി. അപ്പൊ നിങ്ങൾ സംഘടനയും രാഷ്ട്രീയവും ഒന്നും നമ്മുടെ നാടിന് ഈ വികസനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലല്ലോ. പുതിയ നഗരസഭാ ഭാരവാഹികള്, നഗരസഭാ ചെയർപേഴ്സൺ, ഇവർക്കൊക്കെ നിങ്ങളൊന്ന് കാര്യങ്ങൾ ധരിപ്പിക്കാൻ നിങ്ങൾക്കൊന്ന് പോയി അവരോട് സംസാരിച്ച് അവരെ കൂടി ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താലോ. ബോധ്യപ്പെടുത്താന്ന് വെച്ചാൽ ഇനിയിപ്പോ സമയം പോവല്ലേ, പിന്നെയും പോവല്ലേ, ഇതേ ബ്ലോക്ക് അല്ലേ. അപ്പൊ നിങ്ങളും നോക്കപ്പെടുന്നു ഈ ക്യാമറ എന്താണ് കാണിക്കൂ. ശരിയാണ്, ആ റോഡും ഇത് അതൊക്കെ പോട്ടെ. ഇവിടെ ഒരാൾക്ക് മുറിച്ചടക്കാൻ സമയമുണ്ടോ? പൊതുജനത്തിന്റെ കാര്യം ഒന്ന് ഒരാൾക്ക് ഈ 4 പുറം വണ്ടികൾ പോകുമ്പോ ഒരാൾക്ക് അപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോയിട്ടാണ് ഒരു കുട്ടീനെ അപ്പുറത്ത് കിടത്തിയത്. അതൊന്നുമില്ലാതെ ഇതാണ് തുറന്ന് പ്രവർത്തിക്കണം എന്ന് ചോദിച്ചാൽ പിന്നെ പാകമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ബസ് സമരമോ മറ്റല്ലോ ഒക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പൊ ഇതിപ്പോ ഇത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് ഇറങ്ങും. പോവാതിൽ യാതൊരു സംശയമല്ല, സമരത്തിലേക്ക് ഇറങ്ങും. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചു വന്നത് ഈ പുതിയ നഗരസഭാ ഭരണാധികാരികൾക്ക് നിങ്ങളൊരു നിവേദനം, കാരണം ഇതാണ് ഞങ്ങളുടെ വിഷയങ്ങൾ, ഇതാണ് നിങ്ങളത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവർക്കൊരു നിവേദനം കൊടുത്താൽ അവരത് അനുഭാവപൂർവ്വം പരിഗണിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അത് കൊടുക്കണോ അല്ലേ എന്നുള്ളത് നമ്മൾ പിന്നെ കമ്മിറ്റി കൂടി ആലോചിക്കും. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന പ്രശ്നം, ഇന്നും ഇന്നലെയും വന്ന പ്രശ്നത്തിന്റെ മേലെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ വന്നു, മൊത്തം നോക്കി. അപ്പൊ ഞങ്ങൾ നിങ്ങളെ വിളിച്ചു. ഇന്ന് പത്രത്തിൽ കൊടുക്കുന്നു, നാളെ പത്രത്തിൽ വരും. അതുപോലെ നിവേദനം തന്നെയാണ്. അങ്ങനെ പത്രത്തിൽ ന്യൂസ് വരുന്നു, ഇത് പൊതുജനങ്ങളുടെ ഇടയിലെത്തണോ അല്ലേ? ഇതൊരു നിവേദനം തന്നെ കണക്കൂട്ടാൻ അങ്ങനെ കണക്കൂട്ടാം. അപ്പൊ ഏതായാലും ഇനിയിപ്പോ ഈ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ, അത് പോലീസ് അല്ലെങ്കിൽ ട്രാഫിക് വിഭാഗം, നഗരസഭാ അധികൃതര്, ബസ്സുകാരുടെ പ്രശ്നം വലിയ പ്രശ്നമാണ്. പൊതുഗതാഗത സംവിധാനത്തില് സ്വകാര്യ ബസ് ഉടമകള്, തൊഴിലാളികളൊക്കെ വഹിക്കുന്ന പങ്ക് വലുതാണ്. അവര് ടൈമൊക്കെ വളരെ 2-3 മിനിറ്റിലേക്ക് അവർ ഓടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഒരു കൃത്യത ഇല്ലെങ്കിൽ, ഇപ്പോൾ ഫ്രീ ലെഫ്റ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലീസുകാർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെ കണ്ടതാ. പല പ്രാവശ്യം അവർക്ക് സെന്ററിൽ ഇറങ്ങി വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ട അവസ്ഥ സിഗ്നൽ ചാലുവായിട്ടുണ്ട്. അപ്പൊ ഏതായാലും ബന്ധപ്പെട്ട അധികാരികളുടെ, ബസ് ഉടമകളുടെയും ബസ് തൊഴിലാളികളുടെയും കാര്യങ്ങൾ കൂടി അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അത് പരിഗണിച്ചില്ലെങ്കിൽ അത് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ബസ് തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ തരുന്നുണ്ട്. അപ്പൊ അവരുടെ ആവശ്യം ന്യായമാണ്. ആ ന്യായമായ ആവശ്യത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ
ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.